നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ തീരം കടലെടുക്കുന്നത്. കടലാക്രമണങ്ങളൊക്കെ രൂക്ഷമായ തീരങ്ങളിലായിരുന്നു ഈ ഭീഷണി നിലനിന്നിരുന്നതും. എന്നാൽ ഈ പ്രദേശങ്ങളുടെ എണ്ണം 30 ഉയർന്നിരിക്കുകയാണ്. ഇറോഷൻ ഹോട്ട്സ്പോട്ടായി 30 കടൽ തീരങ്ങളാണ് നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. NCSCM സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. കാണാം ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ്. കഴിഞ്ഞ വർഷങ്ങളിൽ കേരളം ഏറെ ചർച്ച ചെയ്യുകയും ആശങ്കയോടെ കാണുകയും ചെയ്ത വിഷയമാണ് തീരം കടലെടുക്കുന്നത്. കാലവർഷത്തിനിടെ കടലാക്രമണം ശക്തമാകുമ്പോൾ തീരത്തേക്ക് തിരമാലകൾ മാത്രമായിരുന്നു കയറി വന്നത്. മഴയൊഴിയുമ്പോഴേക്കും തീരം കടൽ മടക്കി തന്നിട്ടുണ്ടാകും. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിന്റെ മിക്ക കടൽ തീരങ്ങളും പതിയെ കടലെടുക്കുകയാണ്. കാലവർഷത്തിൽ കരയിലേക്ക് ഇരച്ചു കയറുന്ന കടൽ അതേ വേഗത്തിലും അതേ ദൂരത്തിലും തിരിച്ചിറങ്ങുന്നില്ല. തീരം കടലെടുക്കുന്ന പ്രദേശങ്ങളുടെ എണ്ണം ഉയർന്നു വരുന്നു എന്നാണ് നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റ് ഇപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. തെക്ക് പൊഴിയൂർ മുതൽ വടക്ക് തലപ്പാടി വരെ കാലവർഷം എത്തുന്നതോടെ കടലാക്രമണം അതിരൂക്ഷമാകുമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് മാത്രമല്ല, കടലേറ്റം രൂക്ഷമാകാവുന്ന 30 പ്രദേശങ്ങളെ കണ്ടെത്തി ഹോട്ട്സ്പോട്ടുകളായും രേഖപ്പെടുത്തി കഴിഞ്ഞു. പൊഴിയൂർ, പൂന്തുറ, ഭീമാപ്പള്ളി, വലിയതുറ, താഴമ്പള്ളി, ഇരവിപുറം, ആലപ്പാട്, അഴീക്കൽ, വലിയ അഴീക്കൽ മുതൽ ആറാട്ടുപുഴ, ആലപ്പാട് വരെ നീളുന്ന പ്രദേശവും കറ്റൂർ, ചെന്ന, ചെത്തി, കടപ്പുറവും ഞാറയ്ക്കൽ, കാറ, വടാനപ്പള്ളി, ചേറ്റുവ, പുതുപ്പൊന്നാനി, താനൂർ, സതാം ബീച്ച്, ഗോദേശ്വരം, കോന്നാട്, നൈനാംവളപ്പ്, കോതി ബീച്ച്, കുരിയാടി, കോളാവിപ്പാലം, മൈതാനംപള്ളി, കക്കാടൻചാൽ, മാട്ടൂൽ, ചിതരി, കാസർഗോഡ്, കുമ്പള, തലപ്പാടി എന്നിവയാണ് ഹോട്ട്സ്പോട്ടുകളിൽ എടുത്തു പറയാവുന്നവ. തീരം കടലെടുക്കുന്നു എന്നതിനൊപ്പം ആശങ്കപ്പെടുത്തുന്നതാണ് ഇവയിൽ പല പ്രദേശങ്ങളിലും കടൽ ഭിത്തി നിർമ്മാണം പ്രായോഗികമല്ലെന്ന കണ്ടെത്തലും. കാലാവസ്ഥാ വ്യതിയാനമല്ല ഈ പ്രതിഭാസത്തിന് കാരണമെന്നും മറ്റ് മനുഷ്യനിർമ്മിത ഘടകങ്ങളാണ് തീരശോഷണത്തിലേക്ക് നയിക്കുന്നതെന്നുമാണ് NCSCMന്റെ റിപ്പോർട്ടിലുള്ളത്. താനൂർ മത്സ്യബന്ധന തുറമുഖത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് 2 കിലോമീറ്ററോളം തീരം കടലെടുക്കാൻ കാരണമായതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ആഴക്കടൽ മണൽ ഖനനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതിന് പിന്നാലെയാണ് മറ്റൊരു കേന്ദ്ര ഏജൻസി കടൽ ഖനനം അടക്കമുള്ളവ തീരശോഷണത്തിന് ഇടയാക്കുന്നു എന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത്. അനധികൃതവും അശാസ്ത്രീയവുമായ നിർമ്മാണങ്ങളും ഭൂഘടനയ്ക്ക് അനുസൃതമല്ലാത്ത കടലാക്രമണ പ്രതിരോധ സംവിധാനങ്ങളും തീരം കടലെടുക്കുന്നതിലേക്ക് നയിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ശരത് ലാൽ, ന്യൂസ് മലയാളം, ഡൽഹി.